ഇന്നില്ലേ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നത്. കുറെ കാലത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെപ്പർ ചിക്കൻ ആണ്. എനിക്കറിയുന്നത് പോലെ എന്താ പറയാ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനല്ലേ. അപ്പൊ ഞാൻ ഇതൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം പേസ്റ്റ് പോലെ ആക്കിയത് കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെല്ലുള്ളി ഉണ്ടല്ലോ അതും ചേർത്ത് നല്ലോണം ഒന്ന് ഇത് എന്താ പറയാ വാടിയെടുക്കൂലേ, അങ്ങനെ എന്താ പറയാ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. അപ്പൊ ഇത് നല്ലോണം ഒന്ന് വാടി വരുമ്പോ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് സമയം എന്ത് ചെയ്യാം അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പൊ ഇത് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കുമ്പോ നല്ലോണം ഒന്ന് വെന്ത് നല്ല കുഴമ്പ് രൂപം പോലെ ആയി വരും. അപ്പൊ നമുക്കിത് അങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വെക്കാം. അപ്പൊ ഞാന് എന്താ പറയാ കുറെ കാലത്തിന് ശേഷമാണല്ലോ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തിലാണ് ഇങ്ങനെ ലോങ് വീഡിയോ ഇടുന്നത്. അപ്പൊ കുറെ കാലം ഞാൻ ഷോർട്സ് തന്നെ അങ്ങനത്തെ വീഡിയോകൾ മാത്രമേ ഇടാറുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്കും കമന്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. അപ്പൊ ഇത് എന്റെ ഉള്ളി നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട തക്കാളിയാണ്. അപ്പൊ ഞാനിത് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ചേർത്ത് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ തക്കാളി നല്ലവണ്ണം ഇതൊന്ന് വരണം, നല്ല അടിഞ്ഞ് കുഴമ്പ് രൂപം പോലെ ആയി വരണം. അപ്പൊ ഞാനിത് തക്കാളിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. അപ്പൊ പിന്നെ ഇതിലേക്ക് നമുക്കിനി ഇതിനാവശ്യമായ മസാലകളെല്ലാം ചേർക്കണം. അപ്പൊ നമ്മൾ പെപ്പർ ചിക്കൻ ആണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ എന്താ ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ്പർ ആണല്ലോ. അപ്പൊ ഇതാ എന്റെ തക്കാളി എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാലപ്പൊടികൾ ചേർക്കാം. അപ്പൊ ആദ്യം ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ അതൊരു നല്ല മണം ഉണ്ടാവുമല്ലോ ചിക്കൻ മസാലയുടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക്, കുറച്ചധികം കുരുമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ. വറക്കാത്ത മല്ലിപ്പൊടി ഉണ്ടാവല്ലോ, പച്ചമല്ലി. അപ്പൊ അതും കൂടി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർക്കുമ്പോൾ തന്നെ ഇതിന്റെ കളറെല്ലാം ഒന്ന് മാറി വരുന്നുണ്ട്, ഒരു കറുപ്പ് കളറായി വരുന്നുണ്ട്. അപ്പൊ ഇതാ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് അതും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കുരുമുളക് പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഇതില് കുരുമുളക് ചേർക്കാം. അപ്പൊ ഇത് നല്ല കളറെല്ലാം മാറി നല്ല കറുപ്പ് കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ കുറച്ച് പൊടിച്ച പെരിഞ്ജീരകം അതും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഇനി നമ്മുടെ മുളകും ഉപ്പും എല്ലാം പുരട്ടി വെച്ച ചിക്കനും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പൊ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കാം. അപ്പൊ അങ്ങനെ ഇത് നമ്മുടെ നല്ല അടിപൊളി സ്വാദിഷ്ടമായ പെപ്പർ ചിക്കൻ റെഡിയായി വരുന്നുണ്ട്. ഇത് നല്ല എന്താ പറയാ നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് കുറച്ച് സമയം ഇത് വെന്ത് വരുമ്പോ ഇതിന്റെ കളറെല്ലാം മാറി ഒരു കറുപ്പ് കളറായി വരും. അപ്പൊ അങ്ങനെ ഇതാ ഞാൻ അങ്ങനെ എന്റെ പെപ്പർ ചിക്കൻ റെഡി ആക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. അപ്പൊ നമ്മളിത് പെപ്പർ ചിക്കനും എല്ലാം കൂട്ടിയിട്ട് ഫുഡ് കഴിക്കണം. അപ്പൊ ബൈ ബൈ. കറിവേപ്പില കുറെ ഇടുമ്പം ഇതിന് നല്ലൊരു മണം ഉണ്ടാവും. അതുകൊണ്ട് കറിവേപ്പില ഇഷ്ടം പോലെ വീട്ടിലുണ്ട്. അതുകൊണ്ട് കുറച്ചധികം കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മുടെ പെപ്പർ ചിക്കൻ കളറെല്ലാം മാറി റെഡി ആയിട്ടുണ്ട്. ബൈ.